വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. നമ്മൾ മനസ്സ് തുറന്ന് സംവേദിക്കണമെങ്കിൽ മാതൃഭാഷ തന്നെയാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികൾ ജനിച്ചതിന് ശേഷം അവരോട് മലയാളത്തിലല്ലാതെ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് മലയാളം സംസാരിക്കും, മലയാളം എൻജോയ് ചെയ്യും, മലയാളത്തിലെ തമാശകൾ മനസ്സിലാക്കുന്നുണ്ട്, മലയാള സിനിമകൾ കാണുന്നുണ്ട്. ആ മലയാളിത്തം ഗൾഫിൽ ജീവിച്ചിട്ടും അവർക്ക് നഷ്ടപ്പെടാതെ പോയി. അതുകൊണ്ട് നമുക്കിന്ന് മലയാളത്തിൽ സംവേദിക്കാം. ഞാൻ എല്ലാ ദിവസവും ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു സെൽഫ് ലേണിംഗ് പ്രോസസ്സ് നടത്താറുണ്ട്, നോളജ് ബിൽഡിങ്ങിന് വേണ്ടി. അപ്പം ഇന്ന് ഞാൻ അതിനുവേണ്ടി സമയം കളഞ്ഞത് ഈ റോട്ടറി ക്ലബിനെ കുറിച്ചും അതുപോലെയുള്ള മറ്റ് ക്ലബ്സിനെ കുറിച്ചുള്ളൊരു ഗവേഷണമാണ്. ഞാൻ ഇതിനു മുമ്പൊരു 5-ലേറെ റോട്ടറി ഫങ്ഷൻസ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ റോട്ടേറിയൻ ഒന്നല്ല. ഞാൻ റോട്ടറിയെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയി. ഏതാണ്ട് 120 വർഷത്തോളം ഉള്ള ഒരു പാരമ്പര്യം, 1.4 million members, 46,000 ചാപ്റ്റേഴ്സ്. ഞാൻ വിചാരിക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഗോൾസിലേക്ക്, എൻ്റെ പില്ലേഴ്സിനെയൊക്കെ പറഞ്ഞേക്കുന്നതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇൻ്റഗ്രേഷൻ, പീസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പിന്നെ ഞാനിത് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് റഷ്യയിലും ഉക്രൈനിലും നോക്കി. 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരിടത്ത് ഉക്രൈനിൽ ഏതാണ്ട് 24, മറ്റെടുത്ത് 120 ഇപ്പം മെമ്പേഴ്സ് തമ്മിൽ തോക്കെടുത്ത് വെച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ 120 വർഷം ഈ സമാധാനത്തിന് വേണ്ടി റോട്ടറി മാത്രമല്ല കേട്ടോ, മറ്റ് എല്ലാ സംഘടനകളും ഈ സമാധാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെങ്കിൽ ലോകത്തിൽ ഇന്നും മൊത്തം സമാധാനമായിരിക്കണം. അപ്പോൾ ഈ ക്ലബ് മെമ്പേഴ്സ് തമ്മിൽ AK-47 എടുത്ത് വെച്ച് കളിക്കുമോ എന്ന് ഞാനിങ്ങനെ സ്വയം ചോദിച്ചു നോക്കി. അതുപോലെ തന്നെ ഈ പവേർട്ടി മാറ്റാനും ഒക്കെ ആയിട്ടുള്ള നിങ്ങളെല്ലാവരും ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, വലിയ കാര്യമാണ്. നമ്മൾ കൊടുത്തതെല്ലാം കറക്റ്റ് അതിൻ്റേതായ വഴിക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൽ പവേർട്ടി എന്ന് പറയുന്ന കാര്യം കാണില്ല. അറ്റ്ലീസ്റ്റ് പോളിയോയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ 99.9% എത്തേണ്ടതാണ്. അത് എത്തിയിട്ടില്ല. പിന്നെ ഞാൻ എല്ലാം ഈ റോട്ടറിയുടെ ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ കാണുന്നത് കറക്റ്റ് മിനിറ്റ് ടു മിനിറ്റ് വെച്ചിട്ടാണ് പ്രോഗ്രാം ഷെഡ്യൂളൊക്കെ വരുന്നത്. ഇത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മളെപ്പോലെ സമയനിഷ്ഠയുള്ള, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായി മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സമീക പൂജാരി എന്ന് പറഞ്ഞ പാഠം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എഞ്ചിനീയർ ആയിരുന്നു മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ. അദ്ദേഹം റോഡിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോഡിലെ പൊസിഷൻ നോക്കിയാണ് അന്ന് ആൾക്കാർ വാച്ച് കറക്റ്റ് ചെയ്തെന്ന് പറയും, സമീക പൂജാരി. അപ്പം എന്നെ പഠിപ്പിച്ചത് ജർമ്മൻസാണ്. ഞാൻ സത്യം പറഞ്ഞ ജർമ്മൻസിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാടെന്ന് വെച്ചാൽ അവർക്ക് 9 മണി എന്ന് പറഞ്ഞാൽ 8 hours 59 minutes and 60 seconds. ഞാൻ ഇന്നും ഒരു സ്ഥലത്ത് പോലും 1 മിനിറ്റ് പോലും ലേറ്റായി ഞാൻ ചെന്നിട്ടില്ല. 5 മിനിറ്റ് നേരത്തെ ചെല്ലും. ഭാര്യ ഉള്ളപ്പോൾ ഉള്ള ചടങ്ങിൽ ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറില്ല. പക്ഷേ കക്ഷി അമ്പലത്തിൽ പോകുന്ന കാര്യത്തിൽ രാവിലെ 3:30 അലാം വെച്ച് പോകുന്ന ഫാക്ടറിയാണ്. പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ പരാജയപ്പെട്ടു മാറുന്നുണ്ട്. ഈ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ 2 സൂപ്പർ താരങ്ങളുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം, അമിതാഭ് ബച്ചൻ ആൻഡ് രജനീകാന്ത്. അവരിന്നും ഇൻഡസ്ട്രിയിൽ ലെജൻസായിട്ട് നിൽക്കുന്നത് അവർ ഏറ്റവും മികച്ച അഭിനേതാവായതുകൊണ്ടായിട്ടില്ല. അവർ നല്ല അഭിനേതാക്കളാണ്. പക്ഷേ അവരെ ഇൻഡസ്ട്രി ബഹുമാനിക്കുന്നതെല്ലാം അവരുടെ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തില്ല. ഇന്ന് വരെ ഇവരാരും ഒരു സെറ്റിനും 1 മിനിറ്റ് ലേറ്റായി ചെന്നിട്ടില്ല. ദാറ്റ് ഓൾഡ് സ്കൂൾ പ്രിൻസിപ്പിൾ ഇന്ന് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒത്തുകൂടുമ്പോൾ കാണിക്കുന്ന ഈ അച്ചടക്കവും ഈ ഒത്തൊരുമയും ഈ പങ്ക്ച്വാലിറ്റിയും മറ്റ് സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കുന്നില്ല? പീസിന് വേണ്ടി നമ്മൾ ലോകം മുഴുവൻ നടക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ പീസ് ഉണ്ടോ എന്ന് നമ്മളാരും പലപ്പോഴും ഉണ്ടോ എന്ന് അന്വേഷിക്കാറ് പോലില്ല. നമ്മളുടെ ഇടയിൽ അന്തരം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സമൂഹമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നു, അച്ഛനും മക്കളും തമ്മിൽ അകലുന്നു,
വീട്ടിൽ സ്ട്രേഞ്ചേഴ്സായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഹാപ്പിനെസ് ആണ് ഞങ്ങളുടെ ഗോൾ. അപ്പം ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഓരോ എംപ്ലോയീസ് വന്ന് അവരുടെ പ്രോബ്ലംസ് പറയുമ്പം അവസാനം എൻ്റെ അടുത്ത് വരിക സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ വേണ്ടി എത്തുമ്പോഴും അതിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ കുട്ടികൾ മാതാപിതാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് മാരേജ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എഫിഷ്യൻസി കുറയുന്നു. കാരണം ഓഫീസിൽ വർക്ക് പ്രഷറൊന്നും അല്ല. കാര്യം അവർ ഓഫീസിൽ നന്നായിട്ട് നിങ്ങൾ തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അതിനകത്ത് യൂസ്ഡ് ആയി നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങും. ഇത് ഈ പ്രഷർ ബിൽഡ് ചെയ്യുന്നത് പലപ്പോഴും വീട്ടിൽ നിന്നുള്ള പ്രഷറാണ്. അതിന് ലഘൂകരിക്കാനുള്ള ഒന്നും നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിപ്പിക്കാനും A+B² ഒക്കെ പഠിപ്പിക്കാൻ അധ്യാപകരിങ്ങനെ മത്സരിക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം, എങ്ങനെ സ്നേഹിക്കണം എന്ന് പറയാനുള്ള ഒരു പാഠം അതിനകത്തില്ല. നമ്മളുടെ കുട്ടികളെ ഈ അധ്യാപകരുടെ കയ്യിലേക്ക് വിടുന്നത് 1-2 വർഷമൊന്നുമല്ല, മൊത്തം മണിക്കൂറുകളെടുത്ത് 50,000 മണിക്കൂറുകൾ നമ്മൾ അക്കാഡമിക്സിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതൊന്നും പഠിക്കുന്നില്ല. കാര്യം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാത്ത അധ്യാപകരാണ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ബ്ലൈൻഡ് കനോട്ട് ലീഡ് അനദർ ബ്ലൈൻഡ് എന്ന് പറയില്ല. എന്തൊക്കെ ആവശ്യമില്ലാത്തതെല്ലാം പഠിച്ചുകൊണ്ട് വരും. ബോയിങ് ഓടിക്കണമെങ്കിൽ പോലും 1500 മണിക്കൂർ എക്സ്പീരിയൻസ് മതി. പക്ഷേ 50,000 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന വ്യക്തിയെ കൊണ്ടും ഇൻഡസ്ട്രിയിൽ ഒന്നേന്ന് പറഞ്ഞ് കാണണം. അക്കാഡമിക്സിൽ സംഭവിക്കുന്നത് കാര്യം നമ്മളെല്ലാം ഏൺ ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു തൊഴിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അക്കാഡമിക്സിൽ നടക്കുന്നത് ഈ മാതാപിതാക്കളുടെ പോക്കറ്റിൽ നിന്ന് പണം കൈയിട്ട് വാരുകയാണ്. ഒരിക്കലും ഇൻഡസ്ട്രിക്ക് വേണ്ടിയല്ല അവരെ എമൗണ്ട് ചെയ്യുന്നത്. അവരുടെ കരിയർ ഡിസൈനെ കുറിച്ച് അക്കാഡമിക്സിൽ യാതൊരു ധാരണയില്ല. ടാലൻറ്റിനും പാഷനും അനുസരിച്ചിട്ടുള്ള ഒരു തൊഴിലിലേക്ക് എത്തുവാൻ വേണ്ടി ഇത്രയും വർഷവും ഇത്രയും മണിക്കൂറുകളും കിട്ടിയിട്ടും അധ്യാപകർ പരാജയപ്പെട്ടു പോകുന്നു. ഞാനും ഇതിൻ്റെ വിക്ടിമാണ്. എൻ്റെ ഒരു മകള് ഞാൻ ഏറ്റവും നല്ല സ്കൂളിലും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലും അയച്ച് മാസ്റ്റേഴ്സ് ഇൻ നേവൽ ആർട്സ് എൻ്റെ അതേ ഫീൽഡ് തന്നെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം പറഞ്ഞത് ഇത് എൻ്റെ ഫീൽഡല്ല എന്നാണ്. കംപ്ലീറ്റ്ലി എൻ്റെ ഫീൽഡ് മാറി ഹിപ്നോതെറാപ്പിയിലേക്ക് മാറി. ഇന്ന് ഷീ സെറ്റിംഗ് അവർ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പക്ഷേ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാനും മറ്റേ ഉള്ളത് കൊണ്ട് ഇന്ന് എൻ്റെ മകള് ഹാപ്പി ആയിട്ട് തൻ്റെ ടാലൻറ്റിനും പാഷൻ അനുസരിച്ച് ഒരു തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ഒരു താല്പര്യമില്ലാത്തൊരു കാര്യം തൊഴിലെടുത്തല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടറാണ്. നമ്മൾ പോയിട്ട് ആവശ്യമില്ലാത്ത ഏതൊരു തൊഴിൽ ചെയ്യും. അമേരിക്കയിൽ പറയുന്ന കണക്ക് 78% ഓഫ് ദ എംപ്ലോയിഡ് സ്റ്റാഫ്, ബിക്കോസ് അമേരിക്കയാണല്ലോ നമ്മളെല്ലാം ആൾക്കാരുടെയും ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവിടെ അമേരിക്കയിൽ എത്തിപ്പെടുക എന്നുള്ളതാണല്ലോ പലപ്പോഴും ഈ നമ്മുടെ IIT-യിൽ നമ്മളുടെ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻ എല്ലാം ഒഴുകി പോകുന്ന അമേരിക്കയിലേക്കാണ്. പക്ഷേ അവിടെ എത്തി തൊഴിൽ കിട്ടി കഴിയുമ്പോഴുള്ള തൊഴിലെടുത്തവരുടെ അവസ്ഥയാണ് ഇത്. ഞാൻ പറഞ്ഞതല്ല, ഷോസ്നേഗറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്. അവിടുത്തെ ഒരു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്രയും ഡേറ്റ വെച്ചിട്ടാണ് അദ്ദേഹം അനലൈസ് ചെയ്ത് പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് എല്ലാവരും നടക്കുന്നത്. നമ്മളുടെ കരിയർ ഡിസൈൻ പ്രോപ്പർ അല്ല. എനിക്ക് പറയാനുള്ളത്, ഇപ്പം റോട്ടറിയുടെ മൊത്തം വിഷനൊക്കെ വിടും. നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലെങ്കിലും നിങ്ങൾ മാറി തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിനെ മൊത്തം മാറ്റാൻ പറ്റും. അത് ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഇൻഡിവിജ്വലാണ്. പക്ഷേ ആ ഒരു വ്യക്തിയെ മാറ്റാൻ സാധിക്കണം. നിങ്ങളുടെ കുട്ടികൾ 10 പേരെ ഉള്ളെങ്കിലും അല്ലെങ്കിൽ 50 പേരെ ഉള്ളെങ്കിലും അവരെ നിങ്ങൾ മാറ്റിയാൽ അത് മോഡലായി കഴിഞ്ഞാൽ എല്ലാം മാറിക്കും ഓട്ടോമാറ്റിക്. അതിനെ അനുവർത്തിച്ച് പോകും. ഈ ബഡ്ഡിങ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ മരത്തിൽ ഒരു ചെറിയ സാധനം ബഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ പ്രോപ്പർട്ടി മൊത്തം മാറുന്ന പോലെയാണ്. പക്ഷേ ആ ഒന്ന് വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാം. ആ കരിയർ ഡിസൈൻ പ്രോസസ്സ് സ്കൂൾ ലെവലിൽ തുടങ്ങാൻ വേണ്ടി ഞങ്ങളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് വലിയ സ്കൂളിലൊന്നും പോയിട്ടല്ല, അംബാനിയുടെയോ അദാനിയുടെയോ ഒന്നും സ്കൂളിലല്ല. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിലുള്ള അട്ടപ്പാടിയിലെ അഗളി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഗവൺമെൻറ് സ്കൂളാണ്. 40 കിലോമീറ്റർ റേഡിയസിലൊരു സ്കൂളാണുള്ളത്. 2400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾ 1 വർഷത്തിന് മുമ്പ് ഈ പ്രോജക്റ്റ് തുടങ്ങി. 5 വർഷത്തെ പ്രോജക്റ്റാണ്. ഞങ്ങളുടെ ലക്ഷ്യം 5 വർഷം കൊണ്ട് ഈ സ്കൂളിനെ ഇന്ത്യയിലെ നമ്പർ 1 സ്കൂളാക്കുക എന്നുള്ളത്. ഈ 1 വർഷത്തെ തന്നെ മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അവിടുത്തെ മാറ്റം കണ്ടിട്ട് മീഡിയാസ് ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് പോകുന്നത് അടുത്ത
10-ാം തീയതി നൂറിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ അതിൻ്റെ എമൗണ്ട് സെൻഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഉള്ളതാണ്. അവർ പറയുന്നത് ഇതേ മെത്തേഡിൽ ആ യൂണിവേഴ്സിറ്റിയെ ഇന്ത്യയിൽ നമ്പർ 1 യൂണിവേഴ്സിറ്റി ആക്കണം 5 വർഷത്തിൽ. കാര്യം പറ്റും. കാര്യം ഞങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നും ആൾക്കാരെ കണ്ടെത്തി ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സിനെ ഈ മെത്തേഡിൽ ട്രാൻസ്ഫോം ചെയ്ത് ഇന്ന് ലോകത്തിലെ 5 മേഖലയിൽ 1-ാം നമ്പർ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കെല്ലാം പറ്റണം. കാര്യം ഞങ്ങൾ ഇൻഡസ്ട്രിയിലാണ്. ഞങ്ങൾക്ക് വേണ്ടി ഈ അക്കാഡമിക്സിൽ നിന്ന് ഒന്നും ആവാതെ പോയ ആൾക്കാരെ ഞങ്ങൾക്ക് മോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കാഡമിക്സിൽ തന്നെ നമുക്ക് ചെയ്തുകൂടെ? അപ്പം അവിടെ വെച്ച് തന്നെ നമ്മൾ കരിയർ ഡിസൈൻ തുടങ്ങണം. അപ്പോൾ സ്കൂൾസിൽ നമുക്ക് അതിനുള്ള കരിയർ ഡിസൈൻ ക്ലബ്സ്, അതിനുവേണ്ടി ഒരു ടാലൻറ്റ് ക്ലബ്സ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ടാലൻറ്റ് ക്ലബ്സിൻ്റെ കീഴിൽ ഡിഫറെൻറ്റ് ക്ലബ്സ് വരും. ഫിലിം ക്ലബ്ബ് വരും, ഇപ്പോൾ ആർട്സ് ക്ലബ്ബ്, പല സ്കൂളിലൊക്കെ ഉള്ള ആർട്സ് ക്ലബ്ബ്, ഇതിനൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ ഓരോ കുട്ടിയുടെയും ടാലൻറ്റും കണ്ടെത്തിയിട്ട് അവരുടെ കരിയർ കറക്റ്റ് ഡിസൈൻ ഇൻഡസ്ട്രിയുമായി ക്ലബ് ചെയ്തിട്ട് നമുക്ക് അവരെ അവിടെ എത്തിക്കണം. അതിനുവേണ്ടിയാണ് അഗ്ലി സ്കൂളിൽ ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നെപ്പോലെ നൂറുകണക്കിന് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. അവരെ ക്ലാസ് എടുക്കുന്നു, അവരുടെ ഇൻഡസ്ട്രിയിലേക്കുള്ള കുട്ടികളെ അവിടുന്ന് എടുക്കുന്നു. ഞങ്ങൾ ഓൾറെഡി 10 ഫ്യൂച്ചർ പ്രോജക്ട് മാനേജേഴ്സിനെ അവിടുന്ന് എടുത്തു കഴിഞ്ഞു. ഒന്ന് ആലോചിക്കുക, ഇന്ന് ഇന്ത്യയിൽ റഗ്ബി ക്ലബ്ബും ബേസ്ബോൾ ക്ലബ്ബും ഒക്കെ ഉള്ള ഏക സ്കൂള് ഈ അഗ്ലിയിലെ സ്കൂളാണ്. ക്യാൻ ഇമാജിൻ? അവർക്ക് ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു സ്കൂളിൽ. ആ രീതിയിലാണ് കുട്ടികളുടെ വിഷൻ കംപ്ലീറ്റ്ലി മാറിയത്. ഞങ്ങൾ ഒരു ടീച്ചർ പോലും ഇതിനകത്ത് അവർക്ക് വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല. കാര്യം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാ സ്കൂളിലും ഒരു തിയേറ്റർ ക്ലാസ് റൂം, അതായത് പെർഫെക്റ്റ് ഒരു 4K തിയേറ്ററാണ് ഞങ്ങൾ 2 വീക്സ് കൊണ്ട് ആ സ്കൂളിൽ ചെയ്തു കൊടുത്തത്. ആ ക്ലാസ് റൂമിനകത്താണ് ഈ റെവല്യൂഷൻ നടക്കുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്നത് വീട്ടിലിരുന്നാണെങ്കിലും അവിടുത്തെ സ്ക്രീനിലാണ് ഇത് തരുന്നത്. ഇങ്ങനെയാണ് ഓരോ ഇൻഡസ്ട്രികളിലും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അവരുടെ ഇൻഡസ്ട്രിയുടെ കണ്ടന്റ്സ് കൊടുത്ത് ആ ഇൻഡസ്ട്രിയിലേക്ക് അട്രാക്ട് ചെയ്ത് പോവുകയാണ്. സാധാരണ മെത്തേഡിൽ ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് 5 മിനിറ്റ് മതി ആ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനിന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എടുക്കുന്നതും ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാര്യം എൻ്റെ ഇന്ന് ഞാനിവിടെ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പോകണം. നാളെ ഞാനില്ലെങ്കിലും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യപ്പെടണം. ഇതുപോലെയാണ് നമ്മളുടെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓരോ ക്ലാസ്സിലും അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ടൈറ്റാനിക് സിനിമ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ ആ കഥ നമുക്ക് നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ 3 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 180 പേജ് വരുന്ന ഒരു സ്ക്രിപ്റ്റിനെ നമ്മളുടെ ബ്രെയിനിലേക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അദ്ദേഹം നേരിട്ട് വന്നിട്ട് പോലുമില്ല, അതിനെ ആ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കാര്യം വിഷ്വൽ മീഡിയയുടെ പവർ എന്ന് പറഞ്ഞാൽ അത് അതേപോലെ ഡെലിവറി ചെയ്യണം. ഇന്നിപ്പോൾ ഇവിടെ കാണിച്ച പ്രൊജക്ഷൻ പോലെയല്ല. 4K എന്ന് വെച്ചാൽ 4K. ഇപ്പം അഗ്ലി സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 4K 2K. എങ്ങനെ ഒരു സിനിമ കാണണമെന്ന് അവർക്കറിയാം, നമ്മൾക്ക് ആർക്കും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരു സിനിമ എങ്ങനെ കാണണമെന്നുള്ള സിനിമ കാണേണ്ട കൾച്ചർ അറിയില്ല. അതിന്റെ കൾച്ചർ പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചിലവഴിക്കുന്ന 2 മണിക്കൂറാണ്, അല്ലാതെ ടിക്കറ്റിന്റെ പണമല്ല എന്ന്. ഞങ്ങൾ ഈ അഗ്ലി സ്കൂളിൽ തുടങ്ങുമ്പോൾ ആ സ്കൂളിൽ പകുതി കുട്ടികൾ ജീവിതത്തിൽ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ടില്ല. അവരെ ഞങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ദിവസങ്ങളെ വേണ്ടി വന്നപ്പോൾ അവർ ഫിലിം ഫെസ്റ്റിവൽ നടത്തി. 12 ഷോർട്ട് ഫിലിംസ് 1 മാസത്തിനുള്ളിൽ അവർ ചെയ്തു. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇത്രയും ഫെസിലിറ്റി ഉള്ള സ്കൂൾസിലെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? എൻ്റെ ചോദ്യം ഇതാണ്. സ്കൂളിൽ പോയി ഈ ആവശ്യമില്ലാത്ത പഠിച്ച കുട്ടികളെ വീണ്ടും ആ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ട്യൂഷൻ എന്തിനായിരുന്നു? ആ സമയത്തിന് വിലയില്ലേ? ഇത്ര മനോഹരമായിട്ട് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കാം. ഇന്നിവിടെ നമ്മൾ മെന്റലിസ്റ്റിന്റെ പെർഫോമൻസ് ഉണ്ട്. എൻ്റെ മകൾ ഇന്ത്യയുടെ സ്റ്റുഡൻ്റാണ്. ഈ ഏജിൽ ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എൻ്റെ മകളെ പഠിപ്പിക്കണം മെന്റലിസം. ഈ മെന്റലിസം ഇവിടുത്തെ സ്കൂളിലെ സിലബസിൽ വേണ്ട ഒരു സാധനമാണ്. അതിന്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ഇങ്ങനെയുള്ള ആവശ്യമുള്ളതൊന്നും നമ്മൾ പഠിക്കില്ല. വെള്ളത്തിൽ പോലും നമ്മൾ ഇറങ്ങാൻ കുട്ടികളെ സമ്മതിക്കാത്ത ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ മാറണം. ഇതിനു വേണ്ടി നിങ്ങളുടെ ഈ ക്ലബിന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഗൈഡൻസ് മുഴുവൻ തരുന്നതാണ്. ഞങ്ങളുടെ ഈ നെറ്റ്വർക്കിലേക്ക് കയറാം. അഗ്ലി സ്കൂളിൽ ഞങ്ങൾ ഇത് ചെയ്ത് കണ്ടിട്ട് 55 സ്കൂളിൽ ഓൾറെഡി വില്ലിങ്നെസ്സുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പല സ്കൂളിലും തിയേറ്റർ ക്ലാസ് റൂംസ് ഒക്കെ ആയി കഴിയും. റോട്ടറിയുമായി ഞങ്ങൾ ചേർന്ന് പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഫയർ എന്ന് പറഞ്ഞ് നിങ്ങളൊരു യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്, ശരിയല്ലേ? ഈ ഫയറിനകത്ത് വിന്നേഴ്സ് ആവുന്ന കുട്ടികളെ അവരുടെ സ്കൂളിലൂടെ അവരെ ഞങ്ങളുടെ ഹെഡ്സായിട്ട് വെച്ചുകൊണ്ട് ആ സ്കൂളിൽ ഇതിൻ്റെ ചാപ്റ്റേഴ്സ് തുടങ്ങുന്ന ഒരു പ്രോജക്റ്റാണ്. ഞങ്ങൾ അതിൻ്റെ ചർച്ച നടക്കുകയാണ്. അതായത് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അതിന് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവണം. അല്ലാതെ നമ്മളുടെ ഈ ചടങ്ങ് നടക്കുമ്പോൾ മാത്രം മിനിറ്റ് അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ കുട്ടികളെ അത് പഠിപ്പിക്കണം.
അവരുടെ ജീവിതത്തിൽ സമയത്തിന്റെ വാല്യൂ അറിയണം. നമ്മളുടെ എല്ലാം കയ്യിലുള്ളത് ഈക്വൽ ആയിട്ടുള്ള 24 മണിക്കൂറാണ് ഒരു ദിവസം. നമ്മൾ ഏത് ജാതിയോ ഏത് മതത്തിലോ ആയിക്കോട്ടെ, നമ്മൾക്കെല്ലാം ഉള്ള ആ ഗോഡ്ലി എലിമെന്റ്, ആ സമയത്തിനെ നമ്മൾ ദൈവമായി കണ്ടു കഴിഞ്ഞാൽ, ക്ലോക്കുകളെ അതിന്റെ ഐഡൽസ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മളുടെ വളർച്ച ഓരോ ദിവസവും ഓരോ പടി മുന്നോട്ട് പോയിട്ട് എൻ്റെ ഇന്നലേക്കാൾ മികച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. എഫിഷ്യൻസിയെ മെഷർ ചെയ്യാൻ ഒരു സ്കെയിലില്ല. ഞങ്ങളുടെ സിസ്റ്റത്തിൽ ആദ്യം ചെയ്ത എഫിഷ്യൻസിയെ മെഷർ ചെയ്യാൻ ഒരു സ്കെയിൽ ഉണ്ടാക്കി. ഏതാണ്ട് 200ഓളം പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു സ്കെയിലാണ്. ആ സ്കെയിൽ വെച്ചിട്ടാണ് ഓരോ വ്യക്തിയുടെയും എഫിഷ്യൻസി മെഷർ ചെയ്തത്. ഓരോ എഫിഷ്യൻസി ഡ്രെയിൻ ഹോളും പ്ലഗ് ചെയ്താണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേ സിസ്റ്റമാണ് ഞങ്ങൾ ഈ കരിയർ ഡിസൈൻ ക്ലബിലൂടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഇന്നിവിടെ ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യുന്നുണ്ട്. ഞാനും ഇതിലൂടെ ഓരോ ദിവസവും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ വെച്ച് കവിത എഴുതുമായിരുന്നു. അത് പക്ഷേ ഞാൻ പരിപോഷിപ്പിച്ചില്ല. എൻ്റെ ടാലന്റും പാഷനും അത് ആരും തിരിച്ചറിഞ്ഞില്ല. ഞാൻ സ്കൂളിൽ വെച്ച് 10 വയസ്സുള്ളപ്പോൾ ഞാൻ ഡ്രാമ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിയർ അവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ആരും പറഞ്ഞില്ല. ഞാൻ മറ്റൊരു വഴിക്ക് പോയി. പക്ഷെ അവിടെ ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ പരാജയപ്പെടില്ല. പക്ഷേ എൻ്റെ ഡ്രീമിലേക്ക് എനിക്ക് തിരിച്ചു വരുവാനും സിനിമകൾ ചെയ്യുവാനും എനിക്ക് സാധിച്ചു. പക്ഷെ അതെല്ലാവരും സാധിച്ചെന്ന് വരില്ല. അവിടെയാണ് നമ്മൾ ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതും. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മോശമാകുമ്പോൾ നിങ്ങൾ അൺഹാപ്പി ആയിട്ട് വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ പ്രോബ്ലമായിട്ട് ക്ലാഷ് ആവുന്നു. അത് കാണുന്ന കുട്ടികൾ വേറൊരു വഴിക്ക് പോകുന്നു. കുട്ടികളെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കരിയർ ഡിസൈൻ പ്രോജക്റ്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളും ഒപ്പം ചേരുക. അതിലൂടെ നിങ്ങൾ തുടങ്ങുമ്പോൾ ബിലീവ് മീ, ഇത് സക്സസ്ഫുൾ ആയിട്ട് ഒരു വർഷം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഇവിടുത്തെ മെമ്പർഷിപ്പ് ചിലപ്പോൾ റോട്ടറിയുടെ ചരിത്രത്തിനെ തിരിച്ച് കുറിച്ച് നന്നായിട്ട് മാറി. എല്ലാവരും ഇവിടേക്ക് ഒഴുകിയെത്തുന്നൊരു അവസ്ഥ വരും. തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുക. വിളിച്ചതിന് ഒരുപാട് നന്ദി. മാതൃഭാഷയിൽ സംസാരിക്കാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. തീർച്ചയായിട്ടും ഈ കണ്ടന്റ് നിങ്ങൾ മാത്രം ഒതുങ്ങാതെ ഒരുപാട് റോട്ടറി ക്ലബ്സുകളിലേക്ക് ചെല്ലാൻ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. നമുക്ക് ഒരുമിച്ച് പോകാം. നമുക്ക് ലോകത്ത് മുഴുവൻ സമാധാനം കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാം. നിങ്ങൾ പലരും പ്രൊണസാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ സമാധാനം കൊണ്ടുവരാൻ പറ്റാം. നിങ്ങളുടെ ഈ ഒരു ക്ലബും ഈ ഒരു കൂട്ടായ്മയിൽ ആ സമാധാനം കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും കറക്റ്റ് റിസൾട്ട് വരട്ടെ. അല്ലാതെ കടലിൽ കായം കലക്കുന്ന പോലെ എന്തെങ്കിലും കലക്കി എങ്ങും എത്താത്ത രീതിയിലാവാതെ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാറാൻ ഉള്ള യാത്രയിൽ തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ ഞാനത് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് തന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.